വെൽക്കം ടു മൈ വ്ളോഗ്. കുറേ ആയില്ലേ നമ്മൾ കണ്ടിട്ട്. അപ്പം ഇന്ന് ഞാൻ വിചാരിച്ചു വീക്കെൻഡായി സാധനം വാങ്ങാൻ പോവാം. അപ്പം ദിസ് ഈസ് ഗോയിങ് ടു ബി എ ഗ്രോസറി ഷോപ്പിംഗ് വ്ളോഗ്. നമ്മുടെ നാടൻ ഭാഷയിൽ നമ്മുടെ നാട്ടിൽ പച്ചക്കറിയും ഫ്രൂട്ട്സും ഫിഷൊക്കെ വാങ്ങില്ലേ, അങ്ങനെ. ഇവിടെ നമ്മൾ എല്ലാ ദിവസവും പോയി നമുക്ക് വാങ്ങാൻ പറ്റില്ല, കാരണം ഓഫീസൊക്കെ ഉള്ളതുകൊണ്ട്. പിന്നെ ഓഫീസിൽ പോയി വന്നാൽ നമുക്കെല്ലാവർക്കും ക്ഷീണമൊക്കെ ആയിരിക്കും, എനിക്കല്ല, എൻ്റെ ഹസ്ബൻഡിന്. അപ്പം നമ്മൾ വീക്കെൻഡിനാണ് പോവുക. അപ്പം ഇന്ന് വീക്കെൻഡായി, സോ വി ആർ ഗോയിങ്. ഞാൻ പോകുന്ന അറിയുന്നുണ്ട്. ആവശ്യമുള്ള സാധനങ്ങൾ എന്താണോ അതൊക്കെ എൻ്റെ നോട്ട്സിൽ ഞാനൊന്ന് ഇതാക്കി വെക്കും. അതാകുമ്പോൾ അവിടെ പോയിട്ട് ഇങ്ങനെ ഹറിബറി ആയിട്ട് നമുക്കിങ്ങനെ ഭ്രാന്ത് പിടിക്കില്ല, മറന്നു പോവുകയൊക്കെ ഉണ്ടാവും. അപ്പം അതൊക്കെ നമുക്ക് അവോയ്ഡ് ചെയ്യാൻ ഇങ്ങനെ ചെയ്യാം. അപ്പം പോകാം. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ എത്ര വീഡിയോ ക്ലിപ്സ് എടുക്കുന്നൊരു ഉറപ്പില്ല. ഞാൻ ഫസ്റ്റ് ടൈം പുറത്തുനിന്ന് വ്ളോഗ് ചെയ്യുന്നത്, അപ്പം കുറച്ച് ഓക്വേർഡായിരിക്കും. അപ്പം നല്ല ക്ലിപ്സ് കിട്ടുകയാണെങ്കിൽ ഐ ഷുവർ പോസ്റ്റ്. ഓക്കെ, നമുക്ക് വേഗം ഇറങ്ങാം. സാധാരണ ഞാനാണ് കേട്ടോ ലാസ്റ്റ് ഒരുങ്ങി വരിക. വേഗം ഒരുങ്ങിയിട്ട് എന്നെ കാത്തുക്കും. ബട്ട് ഇന്ന് വ്ളോഗ് ചെയ്യുന്ന ഒരു ഉഷാറ് കാരണം വേഗം ഞാൻ നല്ല സെറ്റാക്കി ഞാൻ വേഗം ഒരുങ്ങി ഞാൻ മൂപ്പരെ കാത്തുന്നു. ഹി. അങ്ങനെ ഞങ്ങൾ കാറൊക്കെ എടുത്ത് ഷോപ്പിങ്ങിന് പോയി. ഷോപ്പിംഗ് എന്ന് പറയുന്നത് വിചാരിക്കും എന്തോ സംഭവം എന്നല്ലേ. പച്ചക്കറി സാധനം വാങ്ങാൻ പോയി. അവിടെ എത്തുമ്പോൾ സ്പ്ലിറ്റാവും. എനിക്ക് എൻ്റെതായ കുറച്ച് സാധനങ്ങളും അങ്ങനെ ഫിഷ്, ചിക്കൻ അങ്ങനെ എടുക്കും. അങ്ങനത്തെ സാധനം എടുക്കാൻ എനിക്കങ്ങനെ അറിയില്ല. ഫ്രഷ് സാധനം നോക്കിയിട്ട് വേണമല്ലോ എടുക്കാൻ. അപ്പം അങ്ങനെ പോകും. പിന്നെ ഏതോ ഒരു ഇൻ്റർസെക്ഷൻ പോയിന്റിൽ ഞങ്ങളിത് ഇതുപോലെ അങ്ങനെ കണ്ടുമുട്ടും. അങ്ങനെയാണ് ഷോപ്പിംഗ് ചെയ്യൽ. ഈ പുറത്തൊക്കെ GCC കൺട്രീസിലൊക്കെ ജീവിക്കുന്നവർക്കറിയാം, ഒരു 9 to 5 ജോബ് ആകുമ്പം വീക്കെൻഡ്സ് ആയിരിക്കും കുറച്ച് ഹാപ്പനിങ് ആയിട്ട് അടിപൊളിയാക്കാൻ നോക്കാം. അപ്പം ആ വീക്കെൻഡിൽ ഒരു ചെറിയൊരു ഭാഗമായിരിക്കും ഈ ഗ്രോസറി വാങ്ങാൻ പോണത്. ശരിക്കും ഞാനിപ്പോൾ അത് ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യുന്നൊരു കാര്യം. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ഒരു ലിസ്റ്റ് ഉണ്ടാക്കി ഇനിയുള്ള 1 വീക്കിനേക്ക് ആവശ്യമായ എല്ലാ സാധനവും നോട്ട് ചെയ്തിട്ട് അങ്ങനെയാണ് സാധനം വാങ്ങാൻ പോവുക. അതാകുമ്പോൾ അവിടെ എത്തിയിട്ട് എന്താ എടുക്കേണ്ടത്, പിന്നെ തിരിച്ച് ഇവിടെ എത്തുമ്പോൾ അത് മറന്നുപോയല്ലോ, അങ്ങനത്തെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. അങ്ങനെയാണ് ഷോപ്പ് ചെയ്യൽ. അങ്ങനെ ഞങ്ങളെ ഷോപ്പിംഗ് ഒക്കെ ഓൾമോസ്റ്റ് കഴിഞ്ഞ് ഞങ്ങൾ പുറത്തിറങ്ങി. എനിക്ക് പ്രാവശ്യം അത്ര സാധനമൊന്നും വാങ്ങാനില്ലായിരുന്നു. വളരെ ഈ വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സ് അതൊക്കെ ആയിരുന്നു കാര്യമായിട്ട് വാങ്ങാനുള്ളത്. അതുകൊണ്ട് ബില്ല് കുറച്ച് കുറവുണ്ടായിരുന്നു. പിന്നെ ഇതാ കണ്ടില്ലേ, വീക്കെൻഡ് ആയതുകൊണ്ട് നല്ല റഷായിരുന്നു. പിന്നെ അങ്ങനെ കുറച്ച് ടൈം എടുത്തിട്ട് നമ്മൾ വീട്ടിലങ്ങനെ പതുക്കെ എത്തി. അങ്ങനെ ഞാൻ പോയി വന്നു. കണ്ടില്ലേ നിരത്തി വെച്ചിരിക്കുന്നത്. എനിക്കിങ്ങനെ, ഞാൻ സോഫ മേലോട്ട് വെക്കൽ നല്ല ഹാബിറ്റാണോന്നറിയില്ല, ക്ലീൻ ചെയ്യും പിന്നെ. അപ്പോൾ ഇതാ ഞാൻ ആദ്യമുള്ള സാധനങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ബാക്കി സാധനം നമുക്ക് പതുക്കെ അതിൻ്റെ ഉള്ളിൽ കയറ്റാം. ഓക്കെ. ഞാൻ വാങ്ങിക്കൊണ്ടുവന്ന സാധനം ഫസ്റ്റ് ഇങ്ങനെ നിരത്തി വെക്കും. സോഫൻ്റെ മുകളിൽ വെക്കുന്നത് എനിക്ക് ഒന്നുകൂടിയും ഓർഗനൈസ് ചെയ്യാൻ ഒന്നുകൂടി ഈസി അതായിരുന്നു, ഒന്നുകൂടി അങ്ങനെ തോന്നിയിട്ടാണ് കേട്ടോ. പിന്നെ അതങ്ങ് ക്ലീൻ ചെയ്തെടുക്കും. ആദ്യം കവറിന് എല്ലാം എടുത്ത് പുറത്തേക്ക് ഇട്ടിട്ട് പതുക്കെ വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്, അങ്ങനെ പിന്നെ അല്ലാണ്ടുള്ള ഈ ബ്രെഡ്, ചിപ്സ്, അങ്ങനത്തെ എക്സ്ട്രാ വരുന്ന സാധനങ്ങളൊക്കെ അങ്ങനെ സെപ്പറേറ്റ് ചെയ്തിട്ട് വെക്കും. അതാവുമ്പം പിന്നെ അത് പിന്നെ എടുത്ത് വെക്കാൻ കുറച്ചുകൂടി ഈസി ആയിട്ട് തോന്നും. അപ്പം ഇങ്ങനെ അറേഞ്ച് ചെയ്ത് വെക്കും ആദ്യം. ഫ്രൂട്ട്സ് ആദ്യമൊന്നും ഞാൻ അധികം വാങ്ങില്ലായിരുന്നു. മീൻസ് അത്യാവശ്യം വാങ്ങും, പിന്നെ അങ്ങനെ ഭയങ്കരമായിട്ട് സ്റ്റോക്ക് ചെയ്യുന്ന ഒരു സാധനമല്ല. എന്നാൽ പിന്നെ ഇങ്ങനെ ഈ ഒരു സ്നാക്കിംഗ് പരിപാടിയില്ല, അതൊരു വൃത്തികെട്ട സ്വഭാവമാണ്. അപ്പോൾ അതിൽ നിന്നൊക്കെ എനിക്ക് മധുരം ഭയങ്കര ഇഷ്ടമാണ്, സ്വീറ്റ്സ്. അപ്പം അതിൽ നിന്നുള്ളൊരു എസ്കേപ്പാണെന്ന് വേണമെങ്കിൽ പറയാം. ഇങ്ങനെ ഫ്രൂട്ട്സ് സ്റ്റോക്ക് ചെയ്ത് വെക്കും. അതാകുമ്പോൾ മധുരം ഇങ്ങനെ കഴിക്കാൻ തോന്നുമ്പോൾ അതെടുത്ത് കഴിച്ചാൽ മതി. അതാണ് അത്രയും ഫ്രൂട്ട്സ് ഞാൻ അങ്ങനെ വാങ്ങുന്നത്. അത് ഈ 1 വീക്ക് കൊണ്ടുള്ളിൽ തന്നെ കഴിച്ച് തീർക്കുകയും ചെയ്യും. പിന്നെ വെജിറ്റബിൾസൊക്കെ ഇങ്ങനെ സോർട്ട് ചെയ്യും. ആദ്യം ഉണ്ടായിരുന്ന ഈ കറി ലീവ്സോ അല്ലെങ്കിൽ പച്ചമുളക്, അങ്ങനത്തെ സാധനമൊക്കെ പഴയതെടുത്ത് കുറച്ച് പുറത്തേക്ക് വെച്ചിട്ട് പുതിയതെടുത്ത് അതിൽ വെക്കും. എന്നിട്ട് അതിൻ്റെ മുകളിലാണ് പഴയത് വെക്കുക. ഈ ടിഷ്യൂ പേപ്പറിൻ്റെ ഉള്ളിലാട്ടോ ഞാൻ കീപ്പ് ചെയ്യൽ, ബോക്സിൻ്റെ ഉള്ളിലാക്കി. അതാകുമ്പോൾ അതിൻ്റെ വാട്ടർ ഇറങ്ങി വരുന്നത് ആ ടിഷ്യൂ പേപ്പർ അങ്ങ് അബ്സോർബ് ചെയ്യും. എന്നിട്ട് അതങ്ങ് കളഞ്ഞാൽ മതി, അത് നനവാകുമ്പോൾ. ഈ പച്ചമുളകിൻ്റെ മുകളിലുള്ള ആ ഒരു തണ്ടില്ലേ,
ആ തണ്ടങ്ങ് ഒഴിവാക്കിയിട്ടാണ് ഞാൻ സ്റ്റോർ ചെയ്യൽ. എനിക്ക് തോന്നി ഇങ്ങനെ വെക്കുമ്പോൾ ഞാൻ ഒരു മാസമൊക്കെ ഈസി ആയിട്ട് പച്ചമുളകൊക്കെ നിൽക്കും, ഒരു കുഴപ്പമില്ലാണ്ട്. അപ്പോൾ ഞങ്ങൾക്കൊക്കെ ഭയങ്കര ഹെൽപ്ഫുള്ളാണത്. കുറേ കാലത്തേക്ക് അതിങ്ങനെ കിട്ടുമല്ലോ. അപ്പോൾ ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെച്ചോ. ഈ ഒരു ടിപ്പ് ആർക്കും അറിയില്ലെങ്കിൽ വേണമെങ്കിൽ എടുക്കാം. ടിഷ്യൂൻ്റെ ഉള്ളിലാക്കി ഇങ്ങനെ വെച്ചാൽ ആ ടിഷ്യൂ ഇങ്ങനെ വെറ്റാവുമ്പം ആ ടിഷ്യൂ മാറ്റി കൊടുത്താൽ മതി. അപ്പം അങ്ങനെ വെക്കാൻ സുഖമാണ്. അങ്ങനെ നമുക്ക് മല്ലിയില അങ്ങനത്തെ വെജിറ്റബിൾസൊക്കെ നമുക്ക് അങ്ങനെ സ്റ്റോർ ചെയ്യാം. പിന്നെ ബാക്കി വരുന്ന വലിയ വെജിറ്റബിൾസ് അങ്ങനെയും വലിയ ബോക്സിലിട്ട് വെച്ചാൽ മതി. ഇത് അമ്ലയാണ്. ഞാനിത് ജ്യൂസാക്കിയിട്ട് ഇതിൽ ജിഞ്ചറും പിന്നെ എന്തായിരുന്നു കറിവേപ്പിലയും മിക്സിയിലിട്ട് നല്ലപോലെ ഗ്രൈൻഡ് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ ക്യൂബാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കും. എന്നിട്ട് ഡെയിലി മോർണിംഗ് ഒരു 4-5 ക്യൂബ് വെള്ളത്തിലിട്ട് കുടിക്കും. ഇത് മുടി വളരാൻ നല്ലതാണ്. ബട്ട് എനിക്ക് വന്നിട്ടുണ്ടോയെന്ന് വെച്ചാൽ അറിയില്ല. ഒരു സമാധാനത്തിന് എന്തെങ്കിലുമൊക്കെ ട്രൈ ചെയ്യും എപ്പോഴും. അപ്പോൾ കുറച്ചായി, ഒരു മാസമൊക്കെ ആയി ഇതാണ് കുടിക്കൽ. അമ്ല, ജിഞ്ചർ, കറി ലീവ്സ് നല്ലപോലെ ഗ്രൈൻഡ് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ വാട്ടർ എടുത്തിട്ട് ക്യൂബാക്കിയിട്ട് ഫ്രീസറിൽ വെക്കുക. അതെനിക്ക് തോന്നുന്നു അത്യാവശ്യം കുറേ നിൽക്കും, അത്യാവശ്യം കുറേ സ്റ്റോർ ചെയ്ത് കിട്ടും. അപ്പം ഞാനിങ്ങനെ ബാച്ചായിട്ട് ഇങ്ങനെ വെക്കും. അതും ഞാൻ ഇത് നാളെ ചെയ്യണം, ഇന്ന് ഏതായാലും ചെയ്യില്ല, നാളെ ചെയ്യും. അതുകൊണ്ട് അത് ഞാൻ ഫ്രിഡ്ജിൽ തന്നെ വെക്കുന്നത്. നാട്ടിലൊക്കെ ഉള്ള സമയത്ത് ഇപ്പോൾ സാധനമൊക്കെ വാങ്ങിക്കൊണ്ട് വന്നാൽ ഞാനിങ്ങനെ എടുത്തു വെക്കും. ബട്ട് അതെനിക്ക് വലിയ ഇഷ്ടമൊന്നുമില്ല, കാരണം വൃത്തികേടായി കാണുന്നത് ഇഷ്ടമല്ല കിച്ചണൊന്നും. അപ്പോൾ ഞാൻ ഇങ്ങനെ എല്ലാം ക്ലിയർ ആക്കി വെക്കും. അന്നപ്പോൾ ഒന്നും അങ്ങനെ എൻജോയ് ചെയ്തിട്ടില്ലേനും. ഇവിടെ വന്നേരാണ് നമ്മളിങ്ങനെ സാധനമൊക്കെ വാങ്ങിക്കൊണ്ട് വന്നിട്ട് അതെല്ലാം ഇപ്പോൾ 1 വീക്കിലേക്ക് സാധനം വാങ്ങുമ്പോൾ അത്യാവശ്യം ഒരുപാടുണ്ടാവുമല്ലോ. അപ്പോൾ അതെല്ലാം വാങ്ങി നമ്മൾ എല്ലാം ക്ലിയർ ചെയ്ത് എല്ലാം ഒതുക്കി ഓർഗനൈസ് ചെയ്ത് വെച്ച് ബാക്കിയെല്ലാം വേസ്റ്റ് എല്ലാം ക്ലിയർ ചെയ്ത് അതൊക്കെ കഴിഞ്ഞപ്പം അങ്ങനെയൊക്കെ ചെയ്ത് കഴിയുമ്പം ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷനാണ്. ഇതിപ്പോൾ കണ്ടില്ലേ, ഞാൻ ചെയ്ത് വെച്ചത് ഞാൻ തന്നെ ഇങ്ങനെ ഇരുന്ന് ആസ്വദിക്കുന്നതാണ്. ഞാൻ തന്നെ കുറച്ച് നേരം ഇങ്ങനെ നോക്കി നിൽക്കും. അങ്ങനെ എനിക്ക് ഭയങ്കര ഒരു മനസ്സിനൊരു ഭയങ്കര ഒരു സുഖം തരുന്നുണ്ട്. അത് എത്ര പേർക്ക് പറഞ്ഞാൽ മനസ്സിലാവുന്നറിയില്ല. എല്ലാം ഇങ്ങനെ ഓർഗനൈസ് ചെയ്ത് വെച്ചിട്ട് നമ്മൾ ചെയ്ത പണി അതിപ്പോൾ ഇതെന്നില്ല, നമ്മളിപ്പം അടിച്ചു വരുന്ന തുടച്ച് അല്ലെങ്കിൽ ഫുഡൊക്കെ ഉണ്ടാക്കി കിച്ചണൊന്ന് ക്ലിയർ ചെയ്താലൊക്കെ നമ്മൾ എന്തോ ഒരു വലിയൊരു ജോലി ചെയ്തിട്ട് ഒരു നല്ലൊരു റിസൾട്ട് കിട്ടിയൊരു ഫീൽ ആയിരിക്കും. സാധാരണ ഞാൻ ചിക്കൻ വാങ്ങാനുണ്ട്, ഫുൾ ചിക്കൻ. ഇപ്രാവശ്യം ഞങ്ങൾ കുറച്ച് ഹെൽത്തി ആയതാണ് ട്രൈ ചെയ്ത് നോക്കാം. എത്രത്തോളം പോകുന്നറിയില്ല. എന്നാലും ചിക്കൻ്റെ ബ്രസ്റ്റാണ് വാങ്ങിയത്, ഹോൾ ചിക്കൻ വാങ്ങിയില്ല. പിന്നെ ഫിഷും സോസേജും പ്രോട്ടീനായിട്ട് ഇതുണ്ട്. പിന്നെ ബാക്കി പൾസസൊക്കെ ഉണ്ട്, പരിപ്പ് കടല അങ്ങനത്തെയൊക്കെ. ഓക്കെ, ഇത് ഇങ്ങനെ തന്നെ എടുത്ത് ഫ്രിഡ്ജിൽ വെക്കുക, കാരണം ബ്രസ്റ്റ് പീസ് ആയതുകൊണ്ട്. ഫിഷ് മാത്രം ഞാൻ സെപ്പറേറ്റ് പാത്രത്തിലാക്കിയിട്ട് വെക്കും. പിന്നെ ഈ നോൺ വെജ് ഒക്കെ വാങ്ങുമ്പോൾ എസ്പെഷ്യലി ഫിഷും ചിക്കനൊക്കെ വാങ്ങുമ്പോൾ ഞാനത് സെപ്പറേറ്റ് കണ്ടെയ്നേഴ്സിലാക്കും. ഇപ്പോൾ ഒരു ദിവസത്തേക്ക് ഞങ്ങൾക്ക് 2 പേർക്ക് എത്ര വേണ്ടതെന്ന് അറിയാമല്ലോ. അപ്പോൾ ആ ഒരു ദിവസത്തേക്കുള്ളത് ഒരു പാത്രത്തിൽ, നെക്സ്റ്റ് ഡേക്കുള്ളത് വേറെ പാത്രത്തിൽ, അങ്ങനെ ആക്കി വെക്കും. പിന്നെ ഞാൻ ഫിഷ് ക്ലീൻ ചെയ്യാൻ നിൽക്കാറില്ല, കാരണം കൂടുതലും ഞാൻ രാത്രിയാണല്ലോ ഈ സാധനമൊക്കെ വാങ്ങിക്കൊണ്ടുവരും. അപ്പം പിന്നെ കുളിക്കാനുള്ള മടി കൊണ്ടും വലിയ താല്പര്യമില്ലാത്തത് കൊണ്ടും ഞാൻ ക്ലീൻ ആക്കില്ല. ബട്ട് ഇങ്ങനെ സെപ്പറേറ്റ് കണ്ടെയ്നേഴ്സിലാക്കിയിട്ടാണ് ഫ്രിഡ്ജിൽ വെക്കുക. അതാകുമ്പം ആ പാത്രം മാത്രം എടുത്തിട്ട് വെള്ളത്തിലിട്ടാൽ മതിയല്ലോ. അപ്പോൾ അതേപോലെ ഞാൻ എൻ്റെ ഫിഷും ചിക്കനൊക്കെ ഞാനിങ്ങനെ സെപ്പറേറ്റ് ആക്കി ഫ്രീസറിൽ സ്റ്റോക്ക് ചെയ്തു. ഞാൻ ഈ കോക്കനട്ടും ഫ്രീസറിൽ തന്നെ കേട്ടോ വെക്കുന്നത്, കാരണം അതിൽ എക്സ്പയറി ഉണ്ടാവും. അപ്പോൾ താഴെ ഫ്രിഡ്ജിൽ വെച്ചാൽ ഒരു 4-5 ദിവസമേ അത് ഉപയോഗിക്കാൻ പറ്റൂ. ഫ്രീസറിൽ വെക്കുകയാണെങ്കിൽ ഒരു 2 വീക്സൊക്കെ നമുക്ക് ഉപയോഗിക്കാം. അപ്പം നമ്മളൊരു സാധനം നമ്മൾ വേസ്റ്റ് അങ്ങനെ നമ്മൾ പുറത്തേക്ക് ഇട്ടു. അത് ഇനി നമ്മൾ താഴോട്ട് പോകുമ്പം കൊടകളഞ്ഞാൽ മതി. അപ്പം അത്രയൊക്കെയാണ്. റൂമൊന്ന് വൃത്തിയായി. നേരത്തെ എന്തൊക്കെയോ ഡെലിവറിയും പാർസൽ എന്തൊക്കെ വന്നതിൻ്റെ പെട്ടിയും സാധനമൊക്കെ ഉണ്ടായിരുന്നു, ഒക്കെ എടുത്ത് കളഞ്ഞു. അപ്പം അതാണ് ഈ വ്ളോഗ്. ഇനി ഞാൻ പോകുമ്പോൾ കുറച്ച് ഫുഡ് കഴിച്ചിട്ടാണ് പോയത്, പക്ഷേ എനിക്ക് കുറച്ച് വിശക്കുന്നു. അപ്പം ഞാൻ ഒരു സാധനം ഉണ്ടാക്കിയതുണ്ട്, അത് ജസ്റ്റ് ഒന്ന് സെറ്റാക്കി എടുത്തിട്ട് ഞങ്ങൾ രണ്ടാളും ഞം തിന്നട്ടെ. അപ്പം വേറെന്താ, ഞാൻ എന്താ ഉണ്ടാക്കിയെന്ന് കാണിച്ചത്. ഇതാണ് ഞാൻ ഉണ്ടാക്കിയ സാധനം. ഇതൊരു പാസ്ത സോസേജ്, പിന്നെ കുറച്ച് സോസൊക്കെ ഇട്ടിട്ട് ഒരു സിമ്പിൾ സാധനം. അത്ര അൺഹെൽത്തി ഒന്നുമില്ല, നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്തെടുക്കാം. കുറച്ച് സോസ് ഇട്ടാൽ മതി. ഇതാണ് ഞാൻ ഉണ്ടാക്കിയത്. ഒന്ന് ചൂടാക്കിയിട്ട് ഞങ്ങൾ രണ്ടാളും കഴിക്കട്ടെ.
അപ്പോൾ ഐ ഹോപ്പ് യു ഗൈസ് എൻജോയ്ഡ് ദിസ് വീഡിയോ. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഡു ലൈക്ക്, കോമെൻറ്റ്, ഷെയർ, സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. ഇനി ഇങ്ങനത്തെ വീഡിയോസ് വേണമെങ്കിൽ പറയുക. Let me know in the comments and see you in my next vlog. Bye.